ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ മോളെ ലക്ഷ്മിയെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. അതുവരെയെങ്കിലും ഇവിടെ നിൽക്ക്. തെരുവിൽ കിടന്നാലും വേണ്ടില്ല ചന്ദ്രേച്ചി. അവരുടെ തല്ലുകൊണ്ട് നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അമ്മ വാ വാ അമ്മ. ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മണിമാല പോലൊരു അപകടകാരി മറ്റൊന്നില്ല. നല്ല മനസ്സോടെ അല്ല മണിമാല കൈകാര്യം ചെയ്യുന്നെങ്കിലേ അഗ്നിബാധയ്ക്കാ സാധ്യത. അതുകൊണ്ട് തീക്കളിയാണ് നമ്മൾ കളിക്കുന്നതെന്ന് എപ്പോഴും ബോധ്യം വേണം. ചേച്ചി അല്പം കൂടി ഒന്ന് ക്ഷമിക്കേ. മണിമാല ഉടനെ ചേച്ചിയുടെ വീട്ടുപടിക്കലെത്തും. നീയൊക്കെ ഏതാ? വാ അമ്മ. നീ എന്ത് മണ്ടത്തരയി കാണിച്ചത്? സാറ് ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ. കോഫി കുടിക്കാനെങ്കിലും പോയിക്കൂടായിരുന്നോ? ഒരു കോഫിയൊക്കെ കുടിച്ച് സംസാരിച്ച് നിന്റെ മനസ്സിലുള്ളതൊന്ന് സൂചിപ്പിക്കാനുള്ള നല്ലൊരു അവസരല്ലേ കളഞ്ഞു തുലച്ചത്? നിന്നോട് ആര് പറഞ്ഞു അവസരം കളഞ്ഞെന്ന്? കോഫി കുടിക്കാൻ ചെല്ലാന്നല്ലേ പറഞ്ഞത്? അർജുൻ സാറ് വിളിച്ചപ്പോ നീ പോകാതിരുന്നത് പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞത് ഇനിയും സാറ് നിന്നെ വിളിക്കുന്നു കരുതിയല്ലേ? അതെ, വിളിക്കാൻ വേണ്ടി തന്നെ. ഇന്ന് ഞാൻ കൂടെ പോയി കോഫി കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ അർജുൻ എല്ലാം മറക്കും. മറ്റേത് മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും ഓർക്കും. അങ്ങനെ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിക്കണം. അങ്ങനല്ല വേണ്ടത്. പിന്നെ നിനക്കൊരു കോഫി വാങ്ങി തരുന്ന കാര്യം ഓർത്തല്ലേ അർജുൻ സാർ നടക്കുന്നത്? ഇനി അയാൾ അത് ഓർക്കുക പോലും ഉണ്ടാവില്ല. മണ്ടത്തരായിപ്പോയി, വലിയ മണ്ടത്തരായിപ്പോയി നീ കാണിച്ചത്. നീ നോക്കിക്കോ, അർജുൻ എന്നെ വിളിക്കും. എനിക്കതിൽ ഉറപ്പുണ്ട്. എന്നാലേ ആ ഉറപ്പ് എനിക്കില്ല. ഹലോ, ഐശ്വര്യ, അർജുനാണ്. ഓ അർജുൻ സർ, എന്തായിരുന്നു സർ? ഞാനൊരു കോഫി ഓഫർ ചെയ്യുന്നല്ലോ, അത് നാളെ ആയാലോ? ഓ യാ, കോഫി നാളെ ഓക്കെ ആണ് സർ. താങ്ക്സ് ഐശ്വര്യ. ലൊക്കേഷൻ ഞാൻ അയച്ചേക്കാം. ഓക്കെ ഓക്കെ സർ, ബൈ. എന്നാലും ഇതെന്തൊരു അത്ഭുതം. ഈ അത്ഭുതത്തിന്റെ പേരാണ് ലവ്. അപ്പോ നാളത്തോടെ എല്ലാം ഓക്കെ. അങ്ങനെ നാളത്തോടെ എല്ലാം ഓക്കെ ആവില്ല. ഒരാള് കൂടി ഓക്കെ ആവാനുണ്ട്.
ഈ ചെസ് ബോർഡിലെ ഏറ്റവും പവർഫുൾ ആരാന്ന് നിനക്കറിയാവോ? ക്വീൻ. രമാദേവി. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അവരുടെ തല്ലുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. വാ അമ്മേ. മോളെ മോളെ സീതേ സീതേ നിക്ക്. മാഡത്തിന്റെ രീതി എങ്ങനെയാ? അവരങ്ങനത്തെ ഒരു സ്ത്രീയാണെങ്കിലേ ഞാൻ അതിനപ്പുറവാ. എന്റെ അമ്മയെ കൈ വെച്ചിട്ടും ഞാൻ മിണ്ടാതിരുന്നതേ ഇത് അവരുടെ വീടായതുകൊണ്ടാ. ഇല്ലെങ്കി ആ കൈ ഞാൻ ഒടിച്ചേനെ. സീതേ, ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് കേക്ക്. ഒരാവേശത്തിന് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വലിയ മണ്ടത്തരാ. ഈ നാട് നിങ്ങൾക്ക് പുതിയതാ, ഇവിടുത്തെ ആളുകളും. ദേ, നിന്റെ മോളെ ലക്ഷ്മിയെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. അതുവരെയെങ്കിലും ഇവിടെ നിൽക്ക്. തെരുവിൽ കിടന്നാലും വേണ്ടില്ല ചന്ദ്രേച്ചി. അവരുടെ തല്ലുകൊണ്ട് നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അമ്മ വാ. വാ അമ്മേ. സീതേ 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 സീത നിക്ക്. സീതേ പോകരുത്. അമ്മ അമ്മ എന്തൊക്കെയായി പറ. വാ വാ മോളെ വാ. ചന്ദ്രലേഖ, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാനിപ്പോ വരാം. ആരാ അത്? അത് എന്റെ കൂട്ടുകാരി മകളുവാ. വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമല്ലേ, അപ്പൊ ഒരു സഹായത്തിന് അവരെ കൂടി കൊണ്ടുവന്നതാ. അവരെ കൂടി ഇവിടെ നിർത്തിക്കോട്ടെ മാഡം. നിർത്തിക്കോ. ആ പെണ്ണിന് കുറച്ച് അഹങ്കാരം കൂടുതലാ. അത് മാറ്റിയിട്ടേ അവളെ ഞാൻ ഇവിടുന്ന് വിടൂ. മാഡം സമ്മതിച്ചു. നിങ്ങളോട് ഇവിടെ നിന്നോളാം മാഡം പറഞ്ഞു. വാ, അകത്തേക്ക് വാ. എന്റെ അമ്മയെ എന്റെ കൺമുന്നിൽ വെച്ച് കൈനീട്ടി അടിച്ച ഇവിടുത്തെ കൊച്ചമ്മയെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചന്ദ്രേച്ചി എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി അവരോട് അപേക്ഷിക്കാൻ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ പൊക്കോളാന്ന്. ഇവരുടെ അടിമേറ്റ് കഴിയുന്നതിലും നല്ലത് കടവരാന്ത് തന്നെയമ്മേ. അതൊക്കെ മോക്ക് ഇപ്പൊ തോന്നും. ഒരു ദേഷ്യത്തിന് ഇറങ്ങിപ്പോയാ നിങ്ങൾക്ക് ഒരിടവും ഇല്ലാതാവും. ആര് സഹായിക്കാനില്ലാത്തതിന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. അത് നിന്നേക്കാളും നന്നായി നിന്റെ അമ്മയ്ക്കും എനിക്കും അറിയാം.